ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാസ് നോവല. അഗ്നിനേത്ര ഭാഗം 48. വിടില്ല യാദവ് നിന്നെ എങ്ങോട്ടേക്കും. കുറച്ചു കാലം നീ ഈ വീട്ടിലുണ്ടാവണം. എന്നാലല്ലേ ആ മരുന്ന് കൃത്യമായി നിനക്ക് തരാൻ എനിക്ക് കഴിയൂ. അതുവരെ മോൻ്റെ കൂട്ടുകാരനും നിന്നെ തേടി വരില്ല, വരുത്തിക്കില്ല ഈ നേത്ര. അതിനു വേണ്ടിയാണ് ആദ്യം അവനെ ഞാൻ വീഴ്ത്തിയത്. അവൻ്റെ ശരീരത്തിനാണ് കുറേശ്ശെയായി വേദന ഞാൻ നൽകുന്നതെങ്കിൽ നിന്റെ മനസ്സിനാണ് ഞാൻ വേദന നൽകുക. അനുഭവിപ്പിക്കും ഞാൻ അനുഭവിച്ചതൊക്കെ നിന്നെയും നിന്റെ കൂട്ടുകാരനെയും. മനസ്സിലാലോചിച്ച് നേത്ര വേഗം കഴിച്ച് അവിടെ നിന്നും എണീറ്റുപോയി. യാദവിനെ തടയുവാൻ വേണ്ടി ഈ പ്രോജക്റ്റ് ആ കമ്പനിയിലേക്ക് എത്തിച്ചത് നേത്രയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ചെറു ചിരിയോടെ ഭക്ഷണം കഴിച്ച് അഗ്നിയും എഴുന്നേറ്റു. റൂമിലേക്ക് വന്നതും താഴത്ത് നടന്ന കാര്യങ്ങളെപ്പറ്റി അഗ്നിയും നേത്രയും ഒന്നും തന്നെ സംസാരിച്ചില്ല. കാശിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് മുന്നേ പറഞ്ഞിരുന്നത് കൊണ്ട് വേഗം റെഡിയായി രണ്ടുപേരും കാശിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. സത്യം പറയണം, നിങ്ങൾ തമ്മിൽ ലവ് ആയിരുന്നില്ലേ? കാർത്തുവിൻ്റെ ചോദ്യം കേട്ടതും കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസ് നിറയിൽ കയറി അഗ്നി ചുമച്ചു. കയ്യിലുള്ള ജ്യൂസ് കുടിക്കാൻ മറന്ന് നേത്ര അവളെ തന്നെ പകച്ചു നോക്കിയിരുന്നു. അത് കണ്ടതും കല്യാണി കാർത്തുവിൻ്റെ കയ്യിൽ ഒരു തല്ലു കൊടുത്തു. അസത്തെ, എന്തൊക്കെയാടി ചോദിക്കുന്നേ? അവിടെ കല്യാണം കഴിഞ്ഞ സാഹചര്യമൊക്കെ നിനക്കറിയില്ലേ? എൻ്റെ അമ്മേ, എനിക്കല്ല അമ്മയ്ക്കൊന്നും അറിയാത്തത്. നത്തി ചേച്ചി പറഞ്ഞ കഥ പകുതിയെ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ, ബാക്കി നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലെന്നേ. കാർത്തു കാര്യമായി പറഞ്ഞതും ഭയപ്പാടോടെ ഉള്ള നേത്രയുടെ നോട്ടം ചെന്നത് അഗ്നിയിലേക്കായിരുന്നു. തൻ്റെ കാര്യങ്ങൾ അവൻ എല്ലാവരോടും പറഞ്ഞുവോ എന്ന സംശയം അവളിലുണ്ടായി. അത് മനസ്സിലാക്കിയ പോലെ ഇല്ല എന്ന് അഗ്നി തലയാട്ടി. അത് കണ്ടതും നേത്രയൊന്ന് നിശ്വസിച്ചു. എടാ കാശി, നീ ഇവരോട് എന്തെങ്കിലും പറഞ്ഞോ? അടുത്തിരിക്കുന്ന കാശി മാത്രം കേൾക്കാൻ പാകത്തിന് അഗ്നി ചോദിച്ചു. ഏയ് ഇല്ലടാ, അതൊക്കെ ഇവരറിഞ്ഞ വലിയ പ്രശ്നമാകും. ഈ കുരിപ്പ് ഇതെന്താണോ പറഞ്ഞു വരുന്നത്? അഗ്നിക്കുള്ള അതേ സംശയത്തോടെ കാശിയും കാർത്തുവിനെ നോക്കി. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? കൃഷ്ണൻ ചോദിച്ചതും കാർത്തു പറഞ്ഞു തുടങ്ങി. ചേച്ചി അച്ചുവേട്ടൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറുന്നു. അവിടെ വെച്ചാണ് ആ കുരങ്ങൻ ആരാണെന്ന് ചേച്ചി തിരിച്ചറിയുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞിരുന്ന ചേച്ചിയെ കണ്ട് ചേട്ടൻ കാര്യം അന്വേഷിക്കുന്നു. ചേച്ചി കാര്യം പറയാതെ ഒഴിഞ്ഞു മാറുന്നു. ഒരിക്കൽ ചേച്ചിയും ഫ്രണ്ടും കൂടി സംസാരിക്കുന്നത് ചേട്ടൻ കേൾക്കുന്നു. ചേച്ചിയെപ്പറ്റി എല്ലാം അറിയുന്നതും ചേട്ടന് ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ടാവുന്നു. അതുവരെ ഒരു പെണ്ണുങ്ങളെയും ശ്രദ്ധിക്കാതെ ഇരുന്നിരുന്ന ആൾ ചേച്ചിയെ ശ്രദ്ധിച്ചു തുടങ്ങുന്നു. ചേട്ടൻ ചേച്ചിയോട് വളരെ ഫ്രണ്ട്ലി ആവുന്നു. പരസ്പരം പറയാതെ ഇരുവരിലും പ്രണയമുണ്ടാവുന്നു. പെട്ടെന്ന് സുരേന്ദ്രൻ എന്ന വില്ലൻ്റെ രംഗപ്രവേശം. വേറെ നിവൃത്തിയില്ലാതെ ചേട്ടൻ കല്യാണത്തിന് അങ്ങ് സമ്മതിക്കുന്നു. കാരണം ചേച്ചിക്ക് ചേട്ടനോട് പ്രണയമാണെന്ന് അറിയില്ലല്ലോ. കല്യാണത്തിന് തലേ ദിവസമാണ് ചേട്ടൻ ചേച്ചിക്കും തിരിച്ച് പ്രണയമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. അതറിഞ്ഞതും കല്യാണ പെണ്ണിനെ ഗുണ്ടകളെ വിട്ട് കിഡ്നാപ്പ് ചെയ്യുന്നു. പിന്നെ ചേച്ചിയെ താലി കെട്ടുന്നു. തൻ്റെ പ്രണയം സ്വന്തമാക്കുന്നു. പറഞ്ഞു നിർത്തി അവൾ അടുത്തിരിക്കുന്ന വെള്ളം എടുത്തു കുടിച്ചു. തലയിൽ ഒരു കിഴുക്ക് കിട്ടിയതും അവൾ കണ്ണു മേടിച്ചു നോക്കി. തൊട്ടടുത്ത് കാശിയെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. എന്തിനാ എന്നെ തല്ലിയേ? ഞാൻ പറഞ്ഞതല്ലേ സത്യം. എൻ്റെ പൊന്നു മോളെ, നീ നിൻ്റെ ഈ തലപ്പുറത്ത് കാണിക്കരുത്. വെറുതെ അല്ല അച്ഛാ ഇവിടെ എല്ലാ വിഷയത്തിനും തോറ്റ് തൊപ്പിയിടുന്നത്. ഇവളെ പഠിക്കാൻ വിടുന്നത് നിർത്തി വല്ല സിനിമയിൽ കഥ എഴുതാൻ വിടാം. കാശി പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കാർത്തു പിണങ്ങി മുഖം വീർപ്പിച്ചു. അത് വിടും മക്കളെ, വേഗം റെഡിയാവ്. വൈകിട്ട് നമുക്ക് ഇവിടെ അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ പോകണം. അവിടെ കുറച്ച് വഴിപാടുണ്ട്. കല്യാണി പറഞ്ഞതും അഗ്നിയും നേത്രയും സമ്മതം പറഞ്ഞു. എങ്കിൽ പോകുമ്പോൾ നമുക്ക് നച്ചുവിൻ്റെ ഫ്രണ്ടിനെ കൂടി വിളിക്കാം. കാശി ചാടിക്കയറി പറഞ്ഞതും അഗ്നി സംശയത്തോടെ അവനെ നോക്കി. അപ്പോഴാണ് താൻ എന്താണ് എടുത്തു ചാടി പറഞ്ഞതെന്ന ബോധം കാശിക്കുണ്ടായത്. അല്ല, ആ കുട്ടി ഫ്ലാറ്റിൽ ഒറ്റയ്ക്കല്ലേ, അതാ ഞാൻ. കാശിയുടെ തപ്പിത്തടഞ്ഞുള്ള വർത്താനം കേട്ടതും അഗ്നിക്ക് ചിരി വന്നുവെങ്കിലും അവനത് ആരും കാണാതെ മറച്ചു വെച്ചു.
അത് നല്ല കാര്യമാ. എങ്കിൽ അച്ചുവും നച്ചുമോളും പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരൂ. കല്യാണി പറഞ്ഞതും ഏയ് അത് വേണ്ട. പെട്ടെന്നുള്ള കാശിയുടെ മറുപടി കേട്ടതും എല്ലാവരുടെയും നോട്ടം അവനിലായി. അല്ല, ഇവരിപ്പോൾ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം. ആ അത് ശരിയാ, നീ പോയി കൂട്ടിയിട്ട് വാ. കൃഷ്ണൻ അനുവാദം കൊടുത്തതും കാശിയുടെ മുഖം വിടും അത് അഗ്നി വ്യക്തമായി കാണുകയും ചെയ്തു. റൂമിൽ കയറി പോകാനായി ഷർട്ട് ഇടുമ്പോഴും മുടി ചീകുമ്പോഴും കാശിയുടെ മുഖത്ത് ചെറു ചിരിയുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ കാശി വാതിലിൻ്റെ അടുത്ത് കൈ കെട്ടി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. എന്താടാ? ഇല്ലാത്ത ഗൗരവം വരുത്തി കാശി ചോദിച്ചിട്ടും അഗ്നി മറുപടി നൽകിയില്ല. അവനെ നോക്കാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ കാശിയെ അഗ്നി കഴുത്തിലൂടെ കൈ ചേർത്ത് വലിച്ചു. ആ ഡാ, കഴുത്തുനിന്ന് വിടടാ, ഞാൻ ചത്തുപോകുമടാ. അഗ്നിയുടെ കൈക്കുള്ളിൽ കിടന്ന് കാശി പിടഞ്ഞു. ചാവടാ, നീ ചാവാൻ വേണ്ടി തന്നെയാ പിടിച്ചത്. സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലുന്നതിന് ഞാൻ. എന്തോന്ന് സത്യം? ആ ഗൗരിയോട് നിനക്ക് എന്താടാ? അവളെ വിളിക്കാൻ എന്തിനാടാ നിനക്ക് ഇത്ര മേക്കപ്പ്? അവളെ കൂട്ടാൻ പോകുന്നതിൽ നിന്ന് ഞങ്ങൾ എന്തിനാടാ നീ തടഞ്ഞത്? സത്യം പറയടാ. ആ പിടിവിടടാ, ഞാൻ പറയാടാ. കാശി കൂക്കി വിളിച്ചതും അഗ്നി അവനിലെ പിടിവിട്ടു. ഇനി പറ, എന്താ നിനക്കൊരിളക്കം? എന്താ നിനക്ക് മാത്രം ഇളക്കം ഉണ്ടായാൽ മതിയോ? പെൺവിരോധിയായിരുന്ന നീ വരെ നച്ചുവിന് മുന്നിൽ മുട്ടുകുത്തിയില്ലേ? അതുപോലെ ആ കാന്താരിക്ക് മുന്നിൽ ഞാനും അങ്ങ് വീണു. എന്താ അതിന് കുഴപ്പം? ഒട്ടും കൂസലില്ലാതെ കാശി പറഞ്ഞതും ആദ്യം പകച്ച അഗ്നി അടുത്ത നിമിഷം സന്തോഷത്തിൽ അവനെ കെട്ടിപ്പിടിച്ചു. സത്യാണോടാ? നീയാണ് സത്യം. ആദ്യം അവളെ കണ്ടപ്പോൾ അഹങ്കാരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അവളെപ്പറ്റി അച്ഛനും ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫും പറയുന്നത് കേട്ടപ്പോൾ അതിലൊക്കെ മാറ്റം വന്നു. നച്ചുവിനോട് അവൾക്കുള്ള കരുതലും സ്നേഹവും കണ്ടപ്പോൾ എന്തോ ഇപ്പോഴോ എൻ്റെ ഉള്ളിൽ അവൾ കയറിക്കൂടി. പൊളിച്ചു മോനെ, നീ പറഞ്ഞു അവളോട്? ഹേയ് ഇല്ലടാ. പെട്ടെന്ന് പറഞ്ഞാൽ അവൾ റിജക്റ്റ് ചെയ്യും. അതൊരു കാന്താരി മുളക. വരട്ടെ, സമയം പോലെ പറയാം. ഇപ്പോൾ സേട്ടൻ പോയി ചേച്ചിയെ വിളിച്ചിട്ട് വരാം. അപ്പോഴേക്കും നീ നിൻ്റെ ഭാര്യയെ വളയ്ക്കാനുള്ള വഴി ആലോചിക്ക്. അത് പെട്ടെന്നൊന്നും നടക്കില്ല. അവളുടെ ഉള്ളിൽ ഇപ്പോഴും മുടങ്ങാത്ത മുറിവുകളുണ്ട്. അത് അവൾ എന്നിലേക്ക് അടുക്കുന്നതിൽ നിന്നും തടയും. അത് പറയുമ്പോൾ അഗ്നിയുടെ മുഖം മങ്ങി. അറിയാടാ, പക്ഷേ ആത്മാർത്ഥമായ പ്രണയത്തിന് മുന്നിൽ അവൾ തോൽവി സമ്മതിക്കും അഗ്നി. നിനക്ക് മാത്രമേ അവൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കൂ. അറിയാം, എന്ത് തന്നെ സംഭവിച്ചാലും അഗ്നിയുടെ അവസാന ശ്വാസം വരെ ചാരു എന്നോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ നീ സമ്മതിച്ചു? യു ലവ് ഹർ മോർ ദാൻ മീ. അഗ്നി ചിരിയോടെ പറഞ്ഞതും കാശിയിലും സന്തോഷം നിറഞ്ഞു. ഗൗരിയുടെ ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം തന്നെ വന്നു മൂടുന്നത് കാശി അറിഞ്ഞു. ആദ്യമായാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ഒരു വികാരം തോന്നുന്നത്. അവളോട് അതെങ്ങനെ തുറന്നു പറയും എന്നും അതിന് അവൾ മറുപടി എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഗൗരിയുടെ ഫ്ലാറ്റിന് മുന്നിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. എന്നാൽ കുറച്ചു നേരം നിന്നിട്ടും വാതിൽ തുറക്കാഞ്ഞതും അവനിൽ നിരാശ നിറഞ്ഞു. മടങ്ങിപ്പോകുവാനായി തിരിഞ്ഞു നടന്നു. എന്നാൽ കുറച്ചു മുന്നോട്ട് നടന്നതും തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. സെറ്റുമുണ്ടെടുത്ത് അരയോളം ഇളക്കമുള്ള കട്ടിയുള്ള മുടി തുമ്പ് മാത്രം കെട്ടിയിട്ട് കയ്യിൽ പ്രസാദമടങ്ങുന്ന ഇലയും പിടിച്ച് തനിക്ക് മുന്നിൽ നിൽക്കുന്നവളെ കാണുകയെ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം അവൻ്റെ ചിരി മാഞ്ഞു. മുഖം സംശയത്താൽ ചുരുങ്ങി. മുന്നിൽ പ്രതീക്ഷിക്കാതെ കാശിയെ കണ്ടതും ഗൗരിയും ഞെട്ടി. സാറെന്താ രാവിലെ തന്നെ ഇവിടെ? ചെറുപുഞ്ചിരിയോടെ ഗൗരി ചോദിച്ചെങ്കിലും അവനിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. പകരം അവൻ അവളെ മിഴിച്ചു നോക്കി നിന്നു. ഹലോ, സ്വപ്നം കാണുകയാണോ? അവൻ്റെ മുഖത്തിന് നേരെ കൈ വീശിയതും അവൻ ഞെട്ടി അവളെ നോക്കി. അത് ഞാൻ അഗ്നി. അവൻ്റെ ശബ്ദം വളരെയധികം പതറി. ശബ്ദം പുറത്തു വരാത്ത അവസ്ഥ.
അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവനത് അവൾ കാണാതിരിക്കാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് കണ്ണു തുടച്ചു. കപടമായ ചിരി മുഖത്തണിഞ്ഞ് ഗൗരിക്ക് നേരെ നിന്നു. അഗ്നിയും നേത്രയും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോകാനായി. അപ്പോൾ അമ്മയെ പറഞ്ഞേ തന്നെ കൂടി വിളിച്ചു വരാൻ. അതെയോ, സോറി കേട്ടോ, ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. ഇന്ന് എൻ്റെ കിച്ചേട്ടൻ്റെ പിറന്നാളാണ്. അതാ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി വന്നത്. ഇനി ഒരു സദ്യ ഉണ്ടാക്കണം. ആൾക്ക് പാലട പായസം ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടാക്കണം. ഇന്ന് മുഴുവൻ ബിസിയാ. ഞാൻ വേറൊരു ദിവസം അങ്ങോട്ട് വരാം കേട്ടോ.